അവാർഡ് കിട്ടിയതിനു ശേഷം ഉണ്ണിമേരി പരസ്യമായി രംഗത്ത് വന്നു. എനിക്ക് അവാർഡ് നഷ്ടപ്പെടുത്തിയത്, എൻ്റെ റോള് നഷ്ടപ്പെടുത്തിയത് ശോഭയാണ്. ശോഭ കാരണമാണ് എനിക്ക് അഭിനയിക്കാൻ കഴിയാതിരുന്നു ഉണ്ണിമേരി എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ദുരൈ രംഗത്ത് വന്നു, അത് തെറ്റാണ്, ഉണ്ണിമേരി വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശോഭയെ അഭിനയിപ്പിച്ചത്. അപ്പോഴാണ് ഉണ്ണിമേരി വേറൊരു ബോംബ് പറഞ്ഞത്. ഇവിടെ ചില സംവിധായകർക്ക് അവരുടെ നോട്ടം, അവരുടെ പെരുമാറ്റമൊക്കെ വളരെ മോശമുള്ള രീതിയിലാണ്. അത് ചില സ്ത്രീകൾക്ക് സഹിക്കേണ്ടി വരും, എന്നാൽ എന്നെ പോലുള്ളവർക്ക് അത്തരത്തിനൊന്നും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് ബാലു മഹേന്ദ്രൻ്റെ പേര് തന്നെ പരസ്യമായിട്ട് ദീപ, അന്നത്തെ ദീപ അല്ലെങ്കിൽ ഉണ്ണിമേരി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നോട്ടവും. കാരണം ശോഭയ്ക്ക് മുമ്പേ തന്നെ വലയിൽ എന്നെ വീഴ്ത്താൻ ശ്രമിച്ച ആളായിരുന്നു അവർ. ഞാൻ ആ വലയിൽ വീണില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല പടങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ഞാൻ നിന്നത്. പക്ഷെ കോകില എന്നുള്ള സിനിമ ഉണ്ടാക്കിയപ്പോൾ അത് എനിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള കഥാപാത്രമാണ് എന്ന് പറയുകയും എൻ്റെ വീട്ടിൽ വരികയും അമ്മയുമായി സംസാരിക്കുകയും എപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറുന്നു. കാരണം അവിടെ വന്നപ്പോഴും തട്ടാനും മുട്ടാനും ഒക്കെ അങ്ങ് ശ്രമിച്ചുകൊണ്ട് മോശമായി പെരുമാറാൻ ശ്രമിച്ചെങ്കിലും ഇനി അറപ്പ് മാത്രമാണ് എനിക്ക് തോന്നിയെന്ന് ആലോചിക്കണം. ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അയാൾ ഇഷ്ടമായിരുന്നില്ല എന്നറിയിക്കണം. പിന്നീട് പലരുടെയും നിർബന്ധപ്രകാരമാണ് ആ കോകില എന്ന സിനിമയിൽ അപാരമായൊരു അഭിനയമുള്ള കഥാപാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തൊടൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അഭിനയിക്കാൻ പോയത്.